Hello everyone. Hello. Welcome to Travel Tips from Matheran. Matheran. It's day 2 in Matheran. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് പൂനെ പോവാണ്. അപ്പോൾ കുറച്ച് ലാസ്റ്റ് ഫ്യൂ പോയിന്റ്സ് ഇൻ മാത്തേറാൻ, പിന്നെ നമ്മുടെ റിട്ടേൺ ജേർണി ടു പൂനെ ആൻഡ് പൂനെ ടു ബാംഗ്ലൂർ. വാ. യെസ്. Wow. അപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് റെഡിയായി റൂം വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു. രാവിലെ കുറച്ച് നേരത്തെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ഇനി നമ്മള് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മാതേരില് മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്. ഹോട്ടൽ ആവറേജ് ആണ്. ആവറേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അത്ര ഓവർ ലക്ഷറി അത്ര, പിന്നെ മഴ ആയതുകൊണ്ടായിട്ട് അത്ര വലിയ നമുക്ക് അത്ര ക്ലീൻ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഫുഡ് അടിപൊളിയാണ്. ഫുഡ് കുറച്ച് ലേറ്റ് ആണെങ്കിലും അടിപൊളി ഫുഡാണ്. ഞങ്ങൾക്ക് ഇന്നലെ ഫുഡ് കണ്ടില്ല. ഇന്നലെ ഉച്ചക്കത്തെ ലഞ്ച്, രാത്രിക്കത്തെ ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ മധുരം വരുന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ദിസ് ഹോട്ടൽ ആസ് വെൽ, നമ്മെ റിസോർട്ട് ആസ് വെൽ. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. മാതരൻ്റെ മോർണിംഗ് കാഴ്ചകൾ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നു. ഇവിടെ ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ, ബേസിക് സംഭവങ്ങളെല്ലാം ഉണ്ട്. സ്കൂളുകൾ, ചെറിയ ഹെൽത്ത് സെൻറ്റേഴ്സ്, പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇഷ്ടംപോലെ കുതിരകളുണ്ട്. ഇതാണ് മെയിൻ മാർക്കറ്റ് റോഡ്. നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ട്രെയിൻ പിടിച്ച് പോകാൻ വെച്ചു, പക്ഷെ രാവിലെ നമ്മൾ ഹോഴ്സ് പിടിച്ചാണ് പോകുന്നത്. കുതിരപ്പുറത്ത്. പേടിയുണ്ട്. ടിക്കറ്റ് താഴെ എത്താൻ തന്നെ 1 മണിക്കൂറാവും തോന്നുന്നു കേട്ടാ. ടിക്കറ്റ് കുത്തുണ്ടോ എന്തെങ്കിലും? സീനില്ല, ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇറങ്ങിയിരിക്കേ, ഒന്നര ഇറങ്ങിയിരിക്കേ, കേറിയിരിക്കേ, കേറ്. നിക്കടാ. ഒരു ഇതില്ലേ, ഇങ്ങനെ അങ്ങനെ ഇരുന്നാ മതി. ഫ്രണ്ടിക്ക് ഇറങ്ങിയിരിക്കേ, എന്നിട്ട് കുറച്ചൊന്ന് ബാലൻസ് ചെയ്തിരുന്നാ മതി. കുതിരപ്പുറത്തെങ്ങടെ യുദ്ധം വെട്ടാൻ പോകണോ? ഓ അച്ഛാ, വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓട്ട പോണ്ടായിരുന്നു. ഈ ഓട്ട പോണ്ടായിരുന്നു. നല്ല ചാൻസ് ഉണ്ട്. നമുക്കതിന് ബാലൻസ് ഇല്ലല്ലോ. ആ, എങ്ങനെയുണ്ട് മുത്തേ? കുതിര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താണെന്നറിയോ, ഈ കുതിര കുറച്ചേ കുറുമ്പനാണ്. ഇവൻ എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ട്. സംഭവം എനിക്ക് വല്ല വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ കൂടി കുതിര ഓടിക്കാൻ എനിക്കറിയില്ല. അപ്പൊ ഇത്
എങ്ങാനും ഇവന്റെ കൈയൊക്കെ വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ബ്രേക്ക് ഇട്ട് നിർത്തും? ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. ആ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി. ടീക്കയുടെ ലാൻഡിങ് സെറമണിയാണ്. ടീക്ക പേടിച്ച് ഒരുമാതിരി ഇതായിരിക്കണു. അതിനൊക്കെ വാലുണ്ടോ എത്ര നീളാന്ന്? തലെന്ത് ഹാർഡാന്നറിയോ? ഫ്രണ്ട്സ് ആയാ? പക്ഷെ എന്നാലും പേടിച്ചു. ഞാൻ ഇവനോട് ആദ്യമേ പറഞ്ഞു എനിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണ്ട. കാരണം ഞാൻ പണ്ടൊരു ഒട്ടകത്തിന്റെ മുകളിൽ കയറിണ്ടായിരുന്നില്ല ഭഗവാന്. ആ ഒരു പേടി ശബ്ദം ഇപ്പോഴും ഇല്ല. ഞാൻ എനിക്ക് പണ്ടെപ്പോഴോ ചെയ്ത് ഓർമ്മയുണ്ട്, മൈസൂരിൽ പോയപ്പോ. അപ്പൊ എനിക്ക് ഒന്നുകൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൈസൂരിൽ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോഴ്സ് റൈഡ്. അപ്പം ഞാൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല മീൻസ് ഞങ്ങളുടെ ബാഗും ലഗേജും ആ കുതിര കുറച്ച് കുറുമ്പനും കൂടി ആയതുകൊണ്ട് ആണ്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്ര വലിയ അങ്ങനല്ല. എന്താ സംഭവം അറിയോ? ഇതിന് നമുക്ക് പരിചയമില്ലല്ലോ, ഇതെങ്ങാനും ഓടിപ്പോകുമോ എന്നുള്ളത് അറിയില്ലല്ലോ. പക്ഷെ അത് കുറുമ്പൻ കുതിരയായിരുന്നു, അതുകൊണ്ടാണ് പേടിച്ചു. സത്യം പറഞ്ഞാൽ പേടിച്ചു. 2 വട്ടം മറ്റേ ടിപ്പർ ലോറി അടിക്കുന്ന പോലെയൊക്കെ അടിച്ചു. അതാ റെയിൽ പോന്നു. അതാ. അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ആയിരുന്നു. എന്താ പറയുക, പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇത് എവിടെ പിടിക്കുക, എങ്ങനെ കയറുക, പുറത്താണെങ്കിൽ ഇത്രയും വെയിറ്റുള്ള ബാഗും. അടിപൊളി. എന്തായാലും ഇറ്റ് വാസ് നൈസ് ആണല്ലേ. കുറച്ച് പേടിക്കുന്ന അഡ്വഞ്ചറസ്. ഈ ട്രിപ്പ് ഫുൾ അഡ്വഞ്ചർ ആട്ടോ. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അഡ്വഞ്ചറാണ്. ഇന്നലെ നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. വഴിയൊക്കെ തെറ്റി വേറെ ഏതൊക്കെ കാട്ടുകൂടെയൊക്കെ പോയി. ഇവിടുത്തെ കാട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഭീകരമായ കാടാണ്. അടിപൊളി. എന്തായാലും അഡ്വഞ്ചറസ് ട്രിപ്പ്. നമ്മുടെ സാധാരണ എല്ലാ ട്രിപ്പിലും നമ്മൾ കാറിൽ സ്ഥലങ്ങളൊക്കെ കണ്ട് കൂളായിട്ട് റൂമിലൊക്കെ ഇങ്ങനെ പോകല്ലേ ചെയ്യാറ്. ഈ ട്രിപ്പ് ഫുൾ അഡ്വഞ്ചറാണ്. ഗാർബറ്റ് പോയിന്റ് പോകണം. ഇത് ആക്ച്വലി അമാൻ ലോഡ്ജിൽ നിന്ന് 2-3 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇന്ന് 5 കിലോമീറ്റർ നടക്കേണ്ടി വരും. വലിയ പ്രശ്നമല്ല നടക്കാൻ. കാല് ഇന്നലെ ഫുള്ള് സെറ്റ് ആക്കിയല്ലോ. കുറച്ച് ഹീറ്ററൊക്കെ ഇട്ട് കുറച്ച് ബോളിനെയൊക്കെ അടിച്ച് മസാജ് ചെയ്ത് ഇപ്പൊ കാലിന് ശീലം. 4 സൈഡ് നടക്കണല്ലേ? കാടന്നല്ലേ ഫുള്ള് കാട്. ഇവിടെ പക്ഷെ മറ്റേ അവിടെയൊക്കെ ചെയ്ത പോലെ റോഡൊന്നും സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ചെറിയൊരു വഴിയാ. അല്ല അല്പം അവിടെ നിന്ന് വേറെ വഴി ഉണ്ടാവുമോ? എവിടുന്ന്? നമ്മളെ മറ്റേ പാർക്കിംഗ്. അയ്യോ മഴ. ഫ്രണ്ട് വാട്ടർഫാൾ ഉണ്ട്. പോയിന്റ് മുന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഇട്ടാ ആരുമില്ല. ചേച്ചിയുടെ കട കൊണ്ട് നമ്മളും. ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു കട നടത്തുന്നുണ്ട്. ആ കട സൂപ്പറായിട്ടുണ്ട്. എന്ത് രസമായിരിക്കല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കോടമഞ്ഞ് ഇങ്ങനെ കണ്ട് കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുക. അത്ര രസമൊന്നും. ഇപ്പൊ കുറച്ച് ക്ലിയർ ആയിരുന്നു. ഇപ്പൊ ഫുള്ള് വീണ്ടും കോട വന്നു. ആ മേഘങ്ങളുടെ ബാക്കിലൊരു 6 ഇല്ലേ, അതാണ് നമ്മൾ പോയിട്ടുള്ള മാതേരൻ ടൗൺ. പിന്നെ ഇവിടെ 1 2 3 3 4 വാട്ടർഫാൾസ് ഉണ്ട്. ഇത് ഇത്ര ഹൈറ്റ് എന്ന് അറിയോ? ലെയർ ആയിട്ട് സ്റ്റെപ്പായിട്ട് ഇറങ്ങിയിരുന്നു. വാട്ട് ഡു യു ഫീൽ? ഒരു ഫുൾ 6-7 വാട്ടർഫാൾസ്, ഒരു വലിയൊരു ക്ലിഫ്, ആരുമില്ല. വേറെ ലെവൽ. നേച്ചർ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതിപ്പോ പെട്ടെന്ന് വീണ്ടും ഫുള്ള് മഞ്ഞൊന്ന് മൂടി. എല്ലാം ഫുള്ള് കോട വന്നു. ഇവിടെ സെക്കൻഡുകൾ കൊണ്ടാണ് കോട മഞ്ഞ് വരുന്നതും ഫുള്ള് ക്ലിയർ ആവുന്നതും.
ഇത് അവിടെ കാണുന്നുണ്ടോ? അത് വാട്ടർഫോളാ കോടയുടെ ബാക്കിൽ. അത് ഭയങ്കര ഹ്യൂജ് മലയാണ്. ഫോണില്ല. ഫുൾ വഴിയില്ലേ ആ ചേച്ചിയുടെ ഒരു കട മാത്രല്ലേ? ആ ചേച്ചി എങ്ങനെ ഇവിടെ വന്നു? ആൾക്കാര് ഇല്ല, ഇവിടത്തെ ലോക്കൽസിന്റെ ഒക്കെ പ്രോപ്പർ സ്ഥലമാവും. ഇവിടുത്തെ ആൾക്കാരല്ലേ നമ്മളെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പോയിന്റിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും 20 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ. കാരണം ഇവർ നടന്നിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് കിലോമീറ്റർ കൊണ്ട് കാര്യമില്ലല്ലോ. എല്ലാവരും സമയം വെച്ചിട്ടാണ് ദൂരം കണക്കാക്കുക. ദുബായിലൊക്കെ ദുബായിൽ ഇതേപോലെ തന്നെയാണ് കേട്ടിട്ടുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും മണിക്കൂർ കണക്കാണ് പറയുക. അത് കാരണം അവിടുത്തെ ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാ. ബാംഗ്ലൂരിൽ ഇതേപോലെ തന്നെയാണ്, പക്ഷെ ട്രാഫിക്കാണ് കാരണം. അതായത് അവിടെ എന്താ വെച്ചാൽ 10 കിലോമീറ്ററിന് സമയം കൂടി 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 വരും. അതെ, 10 കിലോമീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും വണ്ടിയിൽ. ഏത് പാട്ട്? നിഗൂ മന്ദാസമേ. ഞാൻ പാടുന്നോണ്ട് കോപ്പിറൈറ്റ് അടിക്കണ്ടാവില്ല, കാരണം ഞാൻ പാടുന്നത് ആ ടൂണ് തമ്മിൽ ബന്ധമുണ്ടാവില്ല. അതെ അതെ, ദുരൂഹ മന്ദാരമേ അല്ലേ. ഇവിടെ 2 വഴിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? ലെഫ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പം എനിക്ക് എന്താ ഓർമ്മ വരുന്നത് അറിയോ? പണ്ടൊരു ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ഒരു പദ്യം പഠിച്ചു. ദ റോഡ് ഡൈവേർജസ് ഇൻ ടു 2, ഐ ചൂസ് ദ ലെസ് ട്രാവൽഡ്. പക്ഷെ ഇത് ലെസ് ട്രാവൽഡ് എന്നല്ല കേട്ടോ, മോസ്റ്റ് ട്രാവൽ. യെസ്. ഇങ്ങനെ നടന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് വെളിച്ചം കാണുമ്പോൾ കുറച്ച് സമാധാനമാണേ. We are off to our destination. I think so. I too think so. ഇവിടുത്തെ മണ്ണ് ഉണ്ടോ? ഇവിടുത്തെ മണ്ണ് കുറച്ച് ഹാർഡ് മണ്ണാട്ടോ. കല്ലൊക്കെ വെട്ടുകല്ല് പോലത്തെ കല്ല്. നമ്മുടെ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കിട്ടിക്കുന്ന ഒരുവിധം എല്ലാം വെട്ടുകല്ലാണ്. വേണ്ട പാട്. എന്റെ സൗണ്ടിൽ പാട്ട് ഒരു രസമുണ്ടല്ലേ. പോയിന്റ് എന്താ? വാലി വ്യൂ. നടന്ന് ഞങ്ങൾ എവിടെ വെച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഇത് തന്നെയാണോ കറക്റ്റ് വഴി? ഇവിടെ എവിടെയും ബോർഡ് വെച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ കുട്ടിയില്ലേ ഇനി ഇവിടെ? ഒരു മനുഷ്യനും ഇല്ല. നടന്ന് നമ്മൾ ഓപ്പണിംഗ് കാണാനുണ്ട്. ഒരു ഓപ്പണിംഗ് പോലെ കാണുന്നുണ്ട്. Let's see if that is the place. ഫുള്ള് കോടയാണേ. അല്ലട്ടാ, lead me to the right direction. കോട്ടിട്ടു. അങ്ങനെ ഫൈനലി നമ്മൾ ഗോർബറ്റ് പോയിന്റിലെത്തിന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി തിരിച്ചു പോവാൻ നിന്നതായിരുന്നു. പിന്നെ എവിടുന്ന് ഒരു സൗണ്ട് കിട്ടും ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, ഏതൊരു അശരീരി പോലെ. അപ്പൊ നമ്മൾ വന്നു. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഈ ഹോൾ ട്രിപ്പിലല്ലേ my heart sank like 2-3 times. കടകൾ ക്ലോസ് ആട്ടോ. കട ക്ലോസ്ഡാ? കടയിലൊന്നും ആരുമില്ല. കട ക്ലോസ്ഡാ. ഓ ബട്ട് അതാ പോയിന്റ്. അവിടെ ആൾക്കാരുണ്ട്. ഓ അവിടെ 2 പേരുണ്ട്. 2 പേര്.
ഇവിടെ എന്താ പറയാ, വാലി വ്യൂ, വാലി പ്ലാറ്റ്യൂ വ്യൂ അങ്ങനെ എന്താണ് പറയാ. നല്ല കോടയാണ്. ഇതോ അവിടെ കണ്ടോ ഒരു കുട്ടി, ഒരു 2 ചെക്കന്മാരെടുത്ത് പോകും. ഇതൊക്കെ വാലി ക്ലിയർ ആയാലാണ് കാണാൻ പറ്റുക. ഇതൊരു 360 ഡിഗ്രി വ്യൂ പോലെ കേട്ടോ. ഈ അറ്റം തൊട്ട് ഫുൾ വ്യൂ ഉണ്ടാവും. എന്റെ അമ്മോ, നമ്മള് ഇതുവരെ വന്നിട്ട് പോയിരുന്നെങ്കിലോ. വാട്ടർഫോൾ നോക്കല്ലേ? ഞാൻ എണ്ണിയപ്പില്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 വാട്ടർഫോൾസ്. ഇതിലൊക്കെ നോക്ക്, ഇടയിലൊക്കെ ഗ്രാമങ്ങളൊക്കെ. ഇവിടെ ഗ്രാമമുണ്ട്, പിന്നെ താഴെ ഗ്രാമമുണ്ട്. ഇവിടെ അവിടെ ഇടയിൽ വീട്ടുന്നുണ്ടോ? ഈ കാണുന്നുണ്ടോ? ഇത് പോകെ ഇവിടെ ഈ കാണുന്നുണ്ടോ? ഇതൊരു വീടിന്ന് പുക വരുന്നതാ. എന്താ രസല്ലേ. സറിയൽ പ്ലീസ്, സറിയൽ പ്ലീസ്. എനിക്കിവിടെ വീഡിയോയിലൊന്നും വരുന്നില്ല. നമ്മൾ തിരിച്ച് നമ്മൾ ബാഗ് വെച്ചതിൻ്റെ അവിടേക്ക് പോവാണ്. സമയം 12 മണി ആവാറായി. വിചാരിച്ചാണെങ്കിൽ കുറച്ചധികം ദൂരം ഉണ്ട് നടക്കാൻ. ചേച്ചി 20 മിനിറ്റ് പറഞ്ഞു. ചേച്ചിയുടെ സ്പീഡിനായിരിക്കും 20 മിനിറ്റിൽ കൂടുതലുണ്ട്. അടിപൊളി വ്യൂ പറഞ്ഞിട്ട്. പക്ഷേ പെട്ടെന്ന് നല്ല ഹെവി ആയിട്ട് മഴയും പെയ്തു, കോടമഞ്ഞും കയറി. ബാക്കിൽ ഫുള്ള് കോടയാണ്. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സമയം ലേറ്റായി. നമുക്കിന്ന് 7 മണിക്കാണ് പോകുന്നത് ട്രെയിൻ. അപ്പോൾ അതിന് മുന്നേ നേരത്തെ ഫാൻ പിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. വേറെ ലെവൽ എക്സ്പീരിയൻസ് അല്ലേ സ്ഥലം. മാതേരൻ ശരിക്കും റീലിൽ കാണുന്ന മാതേരനിൽ ആകെ എന്താ ഉള്ളത്, കുറച്ച് കുതിരകളും ആ നെറ്റ് സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ മാതേരൻ അതൊന്നും അല്ലട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൺസൂൺ ട്രയൽ വീഡിയോ ഇടുന്നതാണ്. ബാംഗ്ലൂർ ഇഫ് യു ഹാവ് കൻ അഫോർഡ് ലൈക്ക് 5 to 6 days ഓപ്ഷൻസ്. നമ്മൾ മുംബൈ അല്ലെങ്കിൽ പൂനെ വന്ന് പൂനെയിലെ ട്രക്ക് ഓപ്ഷൻസ്, ലോണാവല ഓപ്ഷൻസ്, മാതേരൻ, അങ്ങനെ പ്ലാൻ ആയിട്ട്. നമ്മുടെ ഈ ഒരു 5 ദിവസത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ. പക്ഷെ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാതേരനിൽ ആക്ച്വലി നമ്മൾ പോയിട്ടുള്ളത് മെയിൻ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ അല്ലാണ്ടും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. എല്ലാം അവിടെ നടന്നു പോകാനാവില്ല. ശരിക്കും 2 ദിവസം ഉണ്ടെങ്കിൽ ഫുള്ള് നടന്ന് കാണാം അല്ലേ? കുറേ നടക്കാനുണ്ട്. എന്താ രസമൊക്കെ, ഫുള്ള് കോട. മഴ കൊള്ളാത്തൊരു ദിവസമല്ല കേട്ടോ ഈ കഴിഞ്ഞ 4 ദിവസത്തിലേ. ശരിയാ, കാലും അഡാപ്റ്റായി. എല്ലാ ദിവസവും 10-15 കിലോമീറ്റർ നടക്കുന്നു. വർക്കൗട്ട് ചെയ്യാൻ സങ്കടമില്ല. അതെ അതെ. ഇതൊരു സ്റ്റോളാണ്. നമ്മളിപ്പോൾ ചായ കുടിച്ചത്. നമ്മൾ ആ ചേച്ചിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഒരു കാര്യമില്ല, നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയ പോലെ എനിക്ക് തോന്നുന്നു. എന്തെല്ലാം ഒരു ടെൻഷനാണ്.
പുള്ളിയുടെ വീട് ഈ മലയുടെ താഴെ ഒരു വാലിയിലാണ്. ഒരു വൈകുന്നേരം രാവിലെ വരും, സ്റ്റോളിടും, വൈകിട്ട് തിരിച്ചു പോകും. എല്ലാം നടന്നിട്ടാണ്. ഇവിടെ പിന്നെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഹസ്ബൻഡ് മറ്റേ കുതിരയുടെ ഇത് നോക്കുന്ന ആളാണ്. നമ്മളങ്ങനെ തിരിച്ച് എന്ന് ഇവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് പോകുന്നു. നമ്മള് താഴെ ഒന്ന് വീണ്ടും ടാക്സി എടുത്ത് റെയിൽവേ ഇവിടെ 100 രൂപ കേട്ടാ. നമ്മൾ വന്നില്ലേ ചാർജിന് താഴെ. അവിടെ മഴ. അങ്ങനെ പ്രൈവറ്റ് വണ്ടികൾ അധികം കാണല്ലോ ഇവിടെ. ഫുള്ള് ഇതേപോലെ ടാക്സി, ഈ ഈക്കോസ് മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെയാണ് ആ ഗണപതി ആയിട്ട് ടോൾ. ഇവിടുന്ന് 45 മിനിറ്റ്സ് ആണ്. 45 മിനിറ്റ്സ് പോകണ്ട. എന്തായാലും വലിയൊരു കല്ലിലും സ്വന്തമായിട്ട് ഒരു ഗണപതിനെ കൊച്ചുണ്ടായില്ല. അത് നമുക്ക് മിസ്സായി. നമ്മൾ ട്രൈ ചെയ്തേക്കാം. നമ്മളിങ്ങനെ ഗട്ടറോടൊക്കെ കഴിഞ്ഞു ടൗണിക്കെത്തി. നേരെ ടൗൺ, നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരിലെത്തി. ആ വൃത്തിയൊന്നും കേട്ട കാര്യമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. കഴിക്കണം ബർഗർ കണ്ടിട്ട് കഴിക്കാനുള്ള ഒരു മൈൻഡില്ല. ഇവിടെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി, മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. അപ്പോൾ കുറേ ബിരിയാണി കടകളൊക്കെ കാണാനുണ്ട്. നമുക്കങ്ങനെ കഴിക്കാനുള്ള ഒരു മൈൻഡ് അങ്ങനെ മട്ടനൊക്കെ നോക്കിയിട്ടൊക്കെ. ഇവിടെ 1:30 വരുന്ന ട്രെയിന്, 1:15 വരുന്ന ട്രെയിന് 1:35 വന്നപ്പോൾ നമ്മള് ട്രെയിനിൽ കയറി കർജത്ത് പോവാണ്. നമ്മൾ കർജത്തിലെത്തിയിരിക്കുന്നു. കാത്തിരുന്നു കർജത്തെത്തിയില്ലേ. കുറെ നേരമായി ട്രെയിനിൽ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി നേരലിൽ നിന്ന് പൂനെക്കുള്ള ടിക്കറ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാല്, സാധാരണ വരുന്നവരെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ടൂറിസ്റ്റുകള് കർജത്തുനിന്ന് നേരിൽ വരുന്ന ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതില് പൂനെന്നാണ് വരുന്നെങ്കിൽ പൂനെന്ന് നേരെ ലോണാവലയിൽ നിന്നാണെങ്കിൽ നേരെ കർജത്ത് വരെ വന്നിട്ട് കർജത്തിന് നേരെയുള്ള അടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ലോക്കൽ ട്രെയിൻ കിടക്കേണ്ടത്. അപ്പോൾ നേരെ അതിൽ ചാടി കയറി പോകും. നമ്മൾ നേരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെക്കർ ഉണ്ടാവും, ഇടിക്കും, ഫൈൻ അടിച്ചു. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചു വരുമ്പോഴും നമ്മൾ ടിക്കറ്റ് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ചെക്കർ ഉണ്ടാവും. നിങ്ങൾക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരുന്നതല്ല, പക്ഷെ എന്ത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ചാടി ഇറങ്ങിയതും ലോക്കൽ ട്രെയിൻ കിടക്കണ്ടായിരുന്നു. അപ്പൊ അത് മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് നേരെ ലോക്കൽ ട്രെയിൻ ചാടി കയറി. ഓൺലൈനിലൊക്കെ കുറേ നോക്കി കിട്ടാൻ വേണ്ടിട്ട്, പക്ഷെ രക്ഷയില്ല, കിട്ടിയില്ല. ഫൈൻ കിട്ടിയിരുന്നാലും നേരിൽ എന്തിറങ്ങിയപ്പോൾ തന്നെ നേരെ ചക്കറ ഫയലിന് ചാടി കൊടുത്തു, ഫൈൻ കിട്ടി. പിന്നെ അവർക്ക് അറിയാം, അവർക്കിപ്പോൾ സ്ഥിരമായതുകൊണ്ട് അവർക്ക് അറിയാം. പക്ഷെ അവര് ടൂറിസ്റ്റുകളെ കണ്ടു കഴിഞ്ഞാൽ തപ്പി പിടിക്കും എന്തായാലും. അപ്പോൾ വരുന്ന ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ട്രെയിൻ വരുന്നത് നല്ല തിരക്കാവുന്നോട്ടാ പറയുന്നത്. എത്ര തിരക്കുണ്ടോ?
നോക്കാം. പൂനെ സ്റ്റേഷൻ എത്തിയിട്ട് ടയർ സമയം 5 മണി. എന്തായാലും ഇന്ത്യ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ ഇത്രയും ട്രെയിനുകളുണ്ടായിട്ട് ഇത്രയും എല്ലാം ഫുള്ളാണ്. എന്തുകൊണ്ട് ട്രെയിനുകൾ പറഞ്ഞിട്ടുണ്ടാവില്ല? എന്തുകൊണ്ട് കൂടുതൽ ട്രെയിൻ കൊടുക്കണ്ടാവില്ല? എന്നാലും പോപ്പുലേഷൻ അത്ര ഉണ്ടല്ലോ, എത്ര ട്രെയിൻ കൊടുത്താലും ലോക്കലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് തിരക്കോട് തിരക്കാണ്. നിങ്ങള് ട്രെയിനിൽ കൊറിയർ അയച്ചിട്ടുണ്ടോ? നമ്മൾ അയക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ എങ്ങനെയായിരിക്കും എടുത്ത് വരുന്നുണ്ടാവുക? എടുക്കുന്നു, എറിയുന്നു, വരുന്നു. നമ്മുടെ ടിക്കറ്റ് 3rd അല്ല സ്ലീപ്പറാണ്. അപ്പൊ നമ്മളെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാർക്കറ്റാണ് കേട്ടോ, പാലിക മാർക്കറ്റ്. ഓ ഇത് മറ്റേ അണ്ടർപാസ് ഇല്ലേ, അത് അവരൊരു 2 സൈഡ് മാർക്കറ്റ് ആക്കിയിരിക്കുക. അതല്ല ബാംഗ്ലൂർ കാണുന്ന അണ്ടർ ഇത് മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റ്. ഫോൺ സാധനങ്ങള്, കുറെ ഫോണിന്റെ കേബിൾ സംഭവങ്ങളും, കുഞ്ഞിന്റെ സാധനങ്ങള്, ചെരുപ്പ്, സ്നാക്സ്. നമ്മള് തിരക്കാൻ കണ്ടിട്ടോ. നമ്മളപ്പോ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ലഞ്ച് കഴിക്കുകയും ചെയ്തു. ലഞ്ച് അങ്ങനെ ഡിന്നറിനുള്ളത് പാർസൽ വാങ്ങി. ഈ കാണുന്ന വെജ് റെസ്റ്റോറന്റ് ആണ് വാങ്ങിയത്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി അത്യാവശ്യം, പൂനെ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ തൊട്ട് അടുത്ത് ഇങ്ങനെ ബസ് സ്റ്റാൻഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബസ് സ്റ്റാൻഡും പിന്നെ ഇവിടെ കുറെ മാർക്കറ്റും ഷോപ്പിംഗ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി കണ്ടിട്ട്, പള്ളിയല്ല, ദിസ് ഈസ് ദർഗയാണ് പോകുന്നുണ്ട്. നമ്മൾ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മളുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 1 പ്ലാറ്റ്ഫോം നമ്പർ 3. അപ്പൊ നമ്മളെ ട്രെയിൻ കയറി. ഇനി ഒരു 18 മണിക്കൂർ ട്രെയിനിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നതായിരിക്കും. രാത്രി വീണ്ടും വരുമ്പോ പ്രശ്നമായില്ല. കാരണം വെച്ചാൽ രാത്രി ആകുമ്പോ കയറി കിടന്ന് അങ്ങനെ രാവിലെ ഒരു 10 മണി വരെ എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് 7 മണിക്കാണ് ട്രെയിൻ. സോ നമ്മള് എത്തുമ്പോ 3 മണി അങ്ങനെ ട്രെയിനിൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ടൈം രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു. നമ്മൾ പൂനെയിൽ നിന്ന് ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കൂടെ കുറച്ച് കോ പാസഞ്ചേഴ്സ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. മെയിനായിട്ട് 2 കപ്പിൾസ് ആയിരുന്നു. ഞങ്ങളുടെ സീറ്റും അവരുടെ സീറ്റും ആയിട്ട് സെയിം സീറ്റിലായിരുന്നു. അപ്പോൾ അവർ ബാംഗ്ലൂർക്ക് ഒരു ഇവൻറ്റിന്, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇവൻറ്റിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് ചിലവർക്ക് ചെവിയും കേൾക്കില്ല, കേൾവി ശക്തിയില്ല. അപ്പം നമുക്ക് ആ ആംഗ്യഭാഷ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവരുമായിട്ട് ഫ്രണ്ട്ലി ആവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. സോ അങ്ങനെയാണ് ആ ഒരു റിയലൈസേഷൻ കിട്ടിയതില്ല. എന്താണെന്ന് വെച്ചാൽ ലൈഫ് എല്ലാവർക്കും എത്ര ഡിഫറെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാവൽ, ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ലൈഫ് റിയലൈസേഷൻസും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ലോങ് ട്രെയിൻ ജേണി ഞങ്ങളെ ചുന്തരം വന്നിറങ്ങി. അപ്പൊ നമ്മളങ്ങനെ ആഫ്റ്റർ ലോങ് ട്രെയിൻ ജേണി ഫോട്ടോ യശവന്തപുരത്ത് ഞങ്ങളൊരു ക്യാബ് അടിച്ചു. പെട്ടെന്ന് ബുക്കായത് എന്തോ പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ബുക്കായി. ഇനി ഇവിടുന്ന് സമയം ഓൾറെഡി 5 മണിയായിട്ടാ. അച്ഛന് കാണാനല്ല, 5 മണിയായി സമയം. 1 മണിക്കൂർ കൊണ്ടാവും. 1 മണിക്കൂർ മണി കഴിഞ്ഞാൽ വീട്ടിലെത്തും. ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തപ്പോ? അവിടുന്ന് 7 മണിക്കത്തെ ട്രെയിൻ അല്ലേ? ഓൾമോസ്റ്റ് 20 മണിക്കൂർ അല്ലേ? ഓ യാ, ഓൾമോസ്റ്റ് 24 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ട്രെയിൻ ജേണി തന്നെയാണ്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ. ആ കാണുന്നതാണ് വേൾഡ് ട്രേഡ് സെന്റർ. അയക്ക് അങ്ങട് അവിടെ നാഗസാന്ദ്ര അല്ലേ, യശ്വന്തപുര. ബാംഗ്ലൂരിൽ യശ്വന്തപുരത്തിന്റെ പവർ മാർക്കറ്റ്. ഇതാണ് യശ്വന്തരം ബസ് സ്റ്റാൻഡ്. അപ്പൊ നമ്മളെ വീടെത്താറായി. 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അങ്ങനെ മൺസൂണിന് അടിപൊളിയ സ്ഥലമാണ്. പിന്നെ കാണുന്ന അത്ര ക്യാമറയിലൊന്നും വന്നിട്ടുണ്ടാവില്ല. എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ട്രിപ്പ്. അപ്പോൾ ഇനി പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.